പ്ലസ് ടുക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ ആണ് NDA പരീക്ഷ. ഒരുപാട് പേര് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിക്കുന്നവർ JEE ഒക്കെ എഴുതുന്ന കുട്ടികൾ കാണുമല്ലോ, JEE അഡ്വാൻസിനൊക്കെ ശ്രമിക്കുന്നവരുണ്ടാവല്ലോ. അവർക്ക് ഏറ്റവും പറ്റിയ ഒരു നല്ല മേഖലയാണ് നമ്മുടെ പ്രതിരോധ സേനയിൽ NDA പരീക്ഷ എന്ന് പറയുന്നത്. വളരെ വർഷങ്ങളായിട്ട് NDA പരീക്ഷ നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യസേവനം കൂടിയാണ് NDA പരീക്ഷ വഴി നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും നല്ല സർവീസ്, ഏറ്റവും നല്ല ഓഫീസർ കേഡറിൽ പ്ലസ് ടുക്കാരെ പരിശീലിപ്പിക്കുന്ന അതിനു വേണ്ടി എടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു മത്സര പരീക്ഷയാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി. അപ്പോൾ NDA നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമി എക്സാമിനേഷൻ എന്നാണ് അതിനെ പറയുന്നത്. 2025 പരീക്ഷയ്ക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് 31/12 പ്ലസ് ടുവിന് പഠിക്കുന്നവർക്ക് എഴുതാം. പ്ലസ് ടു കഴിഞ്ഞിട്ട് വീണ്ടും ശ്രമിക്കുന്നവർക്കും ഇതിൻ്റെ ഏജ് ഒക്കെ ഉണ്ട്. വിശദ വിവരങ്ങളെല്ലാം തന്നെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഇതിൽ ആർമി, നേവി, എയർഫോഴ്സിൽ ഇങ്ങനെ 3 വിഭാഗത്തിലേക്ക് മൊത്തം എടുക്കുന്ന 406 പേരാണ്. ആർമിയിലേക്ക് 208 പേര് ഓഫീസർ തസ്തികയാണ്. ഓഫീസ് കയറുമ്പോഴേ തന്നെ അവരെ പരിശീലനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് പരിശീലനം കഴിഞ്ഞാൽ ഏറ്റവും നല്ല കേഡറിലാണ് ഇറങ്ങുന്നത്. അവർക്കെല്ലാം തന്നെ ഒരു ലോങ് ഇയേഴ്സ് ഓഫ് സർവീസും കൂടെ കിട്ടും, വലിയ പെൻഷൻ കിട്ടും. നമ്മൾ പറയുന്നതിനേക്കാളൊക്കെ വലിയ പദവിയിലാണ് അവർ ആദ്യം തന്നെ എൻട്രി ലെവലിൽ തന്നെ കയറുന്നത്. ആർമിയിൽ 208 പേര്, അതുപോലെ തന്നെ 10 ഫീമെയിലും അതിലുണ്ട്. നേവിയിൽ 42 പേരുണ്ട്, അവരെടുക്കുന്നുണ്ട്. 6 ഫീമെയിലുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഫീമെയിലിനെ കൂടി, പെൺകുട്ടികൾ കൂടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മളെ ഡിഫൻസിൽ എന്നുള്ളതാണ്. എയർഫോഴ്സിൽ 120 പേരെടുക്കുന്നുണ്ട്. ഓഫീസർ തസ്തികയ്ക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് NDA പരീക്ഷ നടത്തുന്നത്. നേവൽ അക്കാഡമിയിലേക്ക് വേണ്ടി 36 പേരെ കൂടി എടുക്കുന്നുണ്ട്. അതിൽ 5 ഗേൾസാണ്. അങ്ങനെ 406 പേർക്കാണ് NDA പരീക്ഷ ഇപ്പം നടത്തുന്നത്. ട്രിവാൻഡ്രത്തും കോഴിക്കോടും സെൻറ്ററുണ്ട്. എന്തായാലും അതിൽ നല്ല മെടുക്കരെന്ന് തോന്നുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഈ പരീക്ഷ എഴുതണം. ഇതിന് വെബ്സൈറ്റുണ്ട്. ആ വെബ്സൈറ്റ് വഴി UPSCയുടെ ഓൺലൈൻ പിന്നെ UPSC വെബ്സൈറ്റിൽ വിശദ വിവരങ്ങൾ കിട്ടും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചവർക്കാണ് ഇതിന് അവസരം. ഇപ്പോൾ NDA പരീക്ഷ വഴി ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടാത്തവർ ഒട്ടും പേടിക്കേണ്ട. ഫിസിക്സ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, BTech ഒക്കെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അവർക്കും അല്ലാത്ത ചില ഗ്രാജുവേഷൻകാർക്കും എഴുതാമെന്നുള്ള വേറൊരു പരീക്ഷ കൂടിയുണ്ട്. അതും ഡിഫൻസിലെ ഏറ്റവും നല്ല സർവീസിലേക്ക് വേണ്ടിയാണ്. അതാണ് അഫ്കാറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, ഇതാണ് അഫ്കാറ്റ് എന്നുള്ളത്. അഫ്കാറ്റ് NDA പരീക്ഷ പോലെ തന്നെ 2 പ്രാവശ്യം നടത്തുന്നുണ്ട്. ഒരിക്കൽ എഴുതിയില്ലെങ്കിൽ വീണ്ടും എഴുതാം. ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. അതിൽ ഏറ്റവും നല്ലതെന്ന് പറയാനില്ല, BTechകാർക്ക് ശരിക്കും അവസരങ്ങൾ ഇതിലുണ്ട്. ഏജ് 20-നും 24-നും ഇടയിലായിരിക്കണം. പക്ഷേ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ളവർക്ക് ഒരു അല്പം ഇളവ് കൊടുക്കുന്നുണ്ട്. 26 വയസ്സ് പൂർത്തിയായിരിക്കണം. അത്രയുള്ളൂ. 26 വയസ്സിന് മുമ്പ് അവർക്ക് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. മിക്കവാറും കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ളവർക്ക് ഡിഫൻസിൽ കയറണമെന്നുള്ളവർക്ക് കയറാനായിട്ടുള്ളൊരു ഓപ്ഷനാണത്. ഇതിൽ 3 തരം, പ്രധാനമായിട്ടും 3 തരം ജോലികളാണ്. ഒന്ന് ഫ്ലൈയിങ് ആണ്. 2 ഗ്രൗണ്ട് ഡ്യൂട്ടിയാണ്. ഗ്രൗണ്ട് ഡ്യൂട്ടിയിൽ തന്നെ ടെക്നിക്കലും ഉണ്ട്, നോൺ ടെക്നിക്കലും ഉണ്ട്. അപ്പോൾ നോൺ ടെക്നിക്കൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ കൊമേഴ്സുകാർക്ക്, അതുപോലെ തന്നെ CA, പിന്നീട് അതുപോലെ തന്നെ CMA, ഫൈനാൻഷ്യൽ അനലിസ്റ്റ്, അങ്ങനെയുള്ള പിന്നെ ഇതിൽ ബിരുദം എടുത്തവർക്ക് തന്നെ തീർച്ചയായിട്ടും കൊമേഴ്സുകാർക്കും അതുപോലെ തന്നെ മറ്റ് ഈ ടെക്നിക്കൽ ബിരുദ അല്ലാത്തവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയും. എന്തായാലും എഞ്ചിനീയർക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ്. 336 വേക്കൻസീസാണ് എല്ലാ വർഷവും. കുറച്ച് വ്യത്യാസം കാണാം. ഇപ്പോഴും അത്രയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. 31 ഡിസംബർ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. എല്ലാ വർഷവും ഇത് 2 പ്രാവശ്യം പരീക്ഷ നടത്തുന്നുണ്ട് നേരത്തെ പറഞ്ഞായിരുന്നു. ഇതിൽ പിന്നീട് ഡിഗ്രിക്ക് 60% മാർക്കാണ് പറയുന്നത്. എൻജിനീയറിംഗ്കാർക്ക് വളരെ എളുപ്പം കയറാം. കാരണം അതിലാണ് ഏറ്റവും കൂടുതൽ ഫ്ലൈയിങ് സർവീസിൽ ഏറ്റവും കൂടുതൽ പേര് എടുക്കുന്നുണ്ട്. ഗ്രൗണ്ട് ഡ്യൂട്ടിയും അതുപോലെ തന്നെ അതിൽ തന്നെ ലോജിസ്റ്റിക്സ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷനിൽ കുറച്ച് പേര്, പിന്നീട് ഇതിൽ അക്കാഡമിക്കിലേക്കുള്ള എഡ്യൂക്കേഷനിൽ കുറച്ച് പേര് എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ പിന്നീട് നമുക്ക് 336 പേരാണ് ഇതിൽ പിന്നീട് ഇപ്രാവശ്യം എടുക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ കാണും തീർച്ചയായിട്ടും.
അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റൊക്കെ പഠിച്ചവർക്കൊക്കെ തന്നെ ഇതിൽ അഡ്മിനിസ്ട്രേഷനിൽ, അതായത് നേരത്തെ പറഞ്ഞ നോൺ ടെക്നിക്കലായിട്ട് കയറാനായിട്ട് കുറച്ച് അവസരങ്ങളുണ്ട്. തീർച്ചയായിട്ടും അഫ്കാറ്റ് വഴി ഉറപ്പായിട്ടും ഗേൾസിനും ഇതിൻ്റെ അവസരമുണ്ട്. അപ്പം അഫ്കാറ്റ് ഒരു നല്ല പരീക്ഷയാണ്. ഡിഫൻസിൽ കയറാനുള്ള ബിരുദക്കാർക്കുള്ള ഒരു വലിയ ഓപ്ഷനാണ്. ചിലത് കുറച്ച് ഇത് ബിരുദാനന്തര ബിരുദക്കാർക്കും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞാൽ ബികോംകാർക്കും കൊമേഴ്സുകാർക്കൊക്കെ തന്നെ കുറേ സീറ്റുകൾ ഇതിൽ നോൺ ടെക്നിക്കൽ ആയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മളെ ഡിഫൻസ് സർവീസിൽ കയറാനായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ. CDS എന്ന് സാധാരണ പറയുന്ന വളരെ പണ്ടുകാലം മുതൽക്കേ മിക്കവർക്കും അറിയാവുന്ന ഒരു പരീക്ഷയാണ് CDS. കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് പരീക്ഷയും UPSC ആണ് നടത്തുന്നത്. UPSCയുടെ വെബ്സൈറ്റിൽ ക്ലിയറായിട്ട് അത് കിട്ടും. 2 പ്രാവശ്യം നടത്തുന്നുണ്ട്. ഇത് പരീക്ഷയും 2 പ്രാവശ്യം നടത്തുന്നുണ്ട്. ഫൈനൽ ഇയർ ഗ്രാജുവേറ്റ്സിന് കൂടി അപ്ലൈ ചെയ്യാം. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാജുവേറ്റ്സിന് കൂടി അപ്ലൈ ചെയ്യാം. സാധാരണ ഏപ്രിലും സെപ്റ്റംബറിലുമാണ് ഈ പരീക്ഷ നടക്കുന്നത്. ചിലപ്പം ചെറിയ വ്യത്യാസങ്ങൾ കാണും. 20നും 24നും വയസ്സിന് ഇടയിലുള്ളവർക്കാണ് ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. ഇതിൽ പിന്നീട് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ, ഇന്ത്യൻ നേവൽ അക്കാഡമിയിൽ, എയർഫോഴ്സ് അക്കാഡമിയിലെല്ലാം തന്നെ ഇത് വഴി നിയമനം നടത്തും. അതുപോലെ തന്നെ എല്ലാത്തിലും ഏറ്റവും നല്ല പോസ്റ്റിലാണ് നിങ്ങൾ എത്തുന്നത്. നിങ്ങൾ മിക്കവാറും ക്യാപ്റ്റൻ റാങ്കിൽ, ബ്രിഗേഡിയർ റാങ്കിൽ, വലിയ ഓഫീസർ റാങ്കിലെന്ന് ചുരുക്കി പറഞ്ഞാൽ വലിയ ഓഫീസർ റാങ്കിലാണ് നിങ്ങളെ പ്രവേശനം തന്നെ, അതായത് എൻട്രി ലെവൽ തന്നെ. അത്രമാത്രം വളരെ മെറിറ്റോറിയസ് സർവീസാണ് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ്. ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് പിന്നീട് മാത്തമാറ്റിക്സ് ഇല്ലാത്തവർക്കും കുറച്ച് സീറ്റുകളുണ്ട്. ഒരുപക്ഷെ പിന്നെ നോൺ ടെക്നിക്കലും സീറ്റ് ഇതിലുണ്ട്. എങ്കിലും പൊതുവെ മാത്തമാറ്റിക്സ് പ്രധാനപ്പെട്ട കൂടുതൽ പേരെടുക്കുന്നത് മാത്തമാറ്റിക്സ് കൊണ്ടുള്ളതാണ്. മാത്തമാറ്റിക്സിൽ 100 ക്വസ്റ്റ്യൻസാണ്. ജനറൽ ഇംഗ്ലീഷ് 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജനറൽ നോളജ് 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജനറൽ നോളജ് എല്ലാ പരീക്ഷയ്ക്കും ആവശ്യമാണ്, പ്രത്യേകിച്ച് ഡിഫൻസിലും എല്ലാ പരീക്ഷയ്ക്കും. അപ്പോൾ ഇത് ഒരു പക്ഷേ ടെക്നിക്കൽ അല്ലാത്തവർക്ക് ജനറൽ ഇംഗ്ലീഷും ജനറൽ നോളജും മാത്രമുള്ള പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാമെന്നുള്ളതാണ്. വെബ്സൈറ്റിൽ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണമെങ്കിൽ ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിൽ പിന്നെ തീർച്ചയായിട്ടും ഇതുവഴി പ്രവേശനം ലഭിക്കും. ഇത് കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. ഒരു പക്ഷേ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും തന്നെ ഷോർട്ട് സർവീസ് കമ്മീഷൻ, നിങ്ങൾ ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ അതിൻ്റെ വിവരങ്ങൾ കിട്ടും. ഷോർട്ട് സർവീസ് കമ്മീഷൻ വഴി നിങ്ങൾക്ക് ഡിഫൻസിൽ കയറാനുള്ളൊരു അവസരമുണ്ട്. ഷോർട്ട് സർവീസ് കമ്മീഷൻ ഒരു 14 വർഷം, 10 മുതൽ 14 വർഷം വരെയാണ് സർവീസ് പറയുന്നത്. ഒരുപക്ഷെ അതിനിടയിൽ തന്നെ അവർക്ക് വേണമെങ്കിൽ പെർമനൻ്റ് സർവീസിലും കയറാനുള്ള ഓപ്ഷൻസ് പിന്നീട് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇതിൽ പിന്നീട് നേരത്തെ പറഞ്ഞ മാർക്കിൽ ഒരു ചോദ്യത്തിന് 1 മാർക്കാണെങ്കിലും 0.33 മാർക്ക് നെഗറ്റീവ് മാർക്കുണ്ട്. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ഒരു പരീക്ഷയും ഇപ്പോഴ് നിലവിലില്ല. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ് ബിരുദക്കാർ. അപ്പം ഒരു പക്ഷേ സയൻസ് ബിരുദക്കാർക്ക് അല്ലാത്തവർക്കും കുറച്ച് സീറ്റുണ്ട്. പക്ഷേ വളരെ ജാഗ്രതയോടെ നല്ലപോലെ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ, പരിശീലനം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും CDS മറികടക്കാൻ കഴിയും. രാജ്യത്തിൻ്റെ പ്രതിരോധ വകുപ്പിൽ മികച്ചൊരു ജോലി കിട്ടും. രാജ്യത്തിൻ്റെ കാവലാളാകാൻ, ഏറ്റവും നല്ല ഓഫീസർ റാങ്കിലാകാനായിട്ട് നമ്മുടെ ബിരുദധാരികൾക്ക് കഴിയും. തീർച്ചയായിട്ടും ഹാവ് എ വണ്ടർഫുൾ കരിയർ ഇൻ അവർ ഡിഫൻസ് സർവീസ്. താങ്ക് യു.